ആഹാ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയായി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കഥ കേൾക്കുന്നത് ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഇന്ന് ഏത് കഥയാണ് പറയുക? ഒരു അമ്മയുടെ മോൻ്റെയും കഥയായാലോ? എന്താ? ഇപ്പോൾ എല്ലാവരും അവരവരുടെ അമ്മയെ ഓർത്തു അല്ലേ? അതെനിക്ക് മനസ്സിലായി. നിങ്ങളെയൊക്കെ അമ്മ വഴക്ക് പറയാറുണ്ടോ? ഉണ്ടാവും. അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ്. തെറ്റ് കണ്ടാൽ വഴക്ക് പറയും, പക്ഷേ ഉള്ളിലെപ്പോഴും നമ്മോട് സ്നേഹമാണ്. അപ്പോൾ ഇന്നത്തെ കഥയിലെ അമ്മയെപ്പറ്റി പറയട്ടെ. ഒരു കൊച്ചു വീട്, ചെറിയ മുറ്റം. അവിടെ അധികം ചെടികളൊന്നുമില്ല കേട്ടോ. ഉള്ള ചെടികൾ തന്നെ വാടിക്കരിഞ്ഞ പോലെ നിൽക്കുന്നു. ആവശ്യത്തിന് വെള്ളവും ശ്രദ്ധയും ഒന്നും കിട്ടാതെ വരുമ്പോൾ ചെടികളൊക്കെ ഉണങ്ങിപ്പോവില്ലേ? ഈ ചെടികളും അതുപോലെയാണ്. പിന്നെ ആ മുറ്റത്തൊരു മാവ് നിൽപ്പുണ്ട് കേട്ടോ. അതിൽ മാങ്ങകളുമുണ്ട്. ചിലത് കണ്ണിമാങ്ങ, ചിലത് വലുതായത്, പിന്നെ മാമ്പഴമാവാനുള്ള പൂക്കൾ. മാവ് പൂത്ത് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മാവുണ്ടോ? അതോ മാർക്കറ്റിൽ നിന്ന് മാമ്പഴം വാങ്ങി കഴിക്കുകയാണോ? മുമ്പൊക്കെ മിക്കവാറും എല്ലാ വീട്ടിലും കാണും മാവുകൾ. അതും പലതരം രുചികളിൽ പേരുകളിലുള്ള മാമ്പഴം ഉണ്ടാകുന്ന മാവുകൾ. കണ്ണിമാങ്ങ ആവുമ്പോഴേ കുട്ടികൾ നോക്കിയിരിക്കും ഒരു കാറ്റ് വീശാൻ. പൊഴിഞ്ഞു വീഴുന്ന കണ്ണിമാങ്ങ എടുത്ത് ഉപ്പും മുളകും കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു രസമാണെന്നോ. അതുപോലെ പഴുത്ത മാമ്പഴം കാറ്റടിച്ച് വീഴുമ്പോഴേക്ക് മാവിൻ ചുവട്ടിൽ കുട്ടികളുടെ ബഹളമാകും അതെടുക്കാൻ. മാമ്പഴം ചെത്തി പൂളി ഫോർക്ക് വെച്ചൊന്നുമല്ല കേട്ടോ കഴിക്കുന്നത്. ഒന്ന് കഴുകി കടിച്ച് ചപ്പി ഒറ്റ കഴിക്കൽ. ഹോ, ദാ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു. നിങ്ങൾക്കോ? അയ്യോ, നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ, മാമ്പഴത്തിൻ്റെ രുചിയിലേക്കങ്ങ് പോയി അല്ലേ? അപ്പോൾ എവിടെ വരെയാ പറഞ്ഞത്? ആ അമ്മയുടെ വീടിൻ്റെ മുറ്റത്തെ മാവിൽ മാങ്ങകളുണ്ടെന്ന് അല്ലേ? ആ അമ്മയില്ലേ ജനാലയിലൂടെ ആ മാവിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്, മുഖമാകെ സങ്കടം. എന്താവും ആ അമ്മയുടെ സങ്കടം? നിങ്ങൾക്കറിയണ്ടേ? ആ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ആ അമ്മയ്ക്ക് ഒരു മോനുണ്ടായിരുന്നു. മിടുക്കനായ ഒരു കുഞ്ഞു മോൻ. 4-5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്. അമ്മയുടെ ഓമന കുസൃതി കുരുന്ന്. ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് ആ മുറ്റത്ത് ഇപ്പം മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന മാവില്ലേ, അതാദ്യമായി പൂവിട്ട സമയം. മാമ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്, പൂത്തിരി പോലെ. ഈ മാമ്പൂക്കളാണ് പിന്നെ കണ്ണിമാങ്ങയും മാമ്പഴവും ഒക്കെയായി മാറുന്നത്. ഈ കുഞ്ഞിന് ഈ മാമ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ നല്ല രസം തോന്നി. അവൻ എന്ത് ചെയ്തെന്നോ? ഏന്തി വലിഞ്ഞ് കൈയെത്തി ഒരു പൂക്കുല ഒടിച്ചെടുത്തു. അത് കയ്യിൽ കിട്ടിയപ്പോൾ അവന് സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നി. താൻ വലിയ കുട്ടിയായല്ലോ, മാമ്പൂ ഒടിച്ചെടുക്കാൻ പറ്റുന്ന വിധം വലിയ കുട്ടി. അപ്പോൾ തന്നെ അവൻ അതുമായി അമ്മയുടെ അരികിലെത്തി. ആഹ്ലാദത്തോടെ ആ മലർച്ചെണ്ട് അമ്മയെ കാണിച്ചു. നോക്കമ്മേ, ഇതെന്താണെന്ന്. അമ്മ മോൻ്റെ സന്തോഷത്തോടെയുള്ള ശബ്ദം കേട്ട് നോക്കി. കയ്യിൽ മാവിൻ്റെ പൂക്കുലയും മുഖം നിറയെ സന്തോഷമായി നിൽക്കുന്ന കുഞ്ഞിനെ കണ്ട് അമ്മയ്ക്ക് ദേഷ്യം വന്നു. നീ എന്താണ് ഈ കാണിച്ചത്? ഈ മാമ്പൂക്കൾ ഒടിച്ചു കളഞ്ഞോ? ഈ പൂക്കൾ വലുതായി മാമ്പഴം ആവാനുള്ളതല്ലേ? മാമ്പഴമായി അത് ഈ മുറ്റത്ത് വീഴുമ്പോൾ നീയല്ലേ ഓടിച്ചെന്ന് അതെടുക്കേണ്ടത്? അങ്ങനെയുള്ള നീ തന്നെ അത് ഒടിച്ചു കളഞ്ഞത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവനെ വഴക്കു പറഞ്ഞു. അമ്മയുടെ ദേഷ്യവും വഴക്കു പറച്ചിലും കേട്ടതോടെ ആ കുഞ്ഞു മുഖം വാടി, സന്തോഷം പോയി, സങ്കടം വന്നു, കണ്ണുകൾ നിറഞ്ഞു. വേണ്ട, ഈ മാമ്പൂക്കൾ വിരിഞ്ഞ് മാമ്പഴം ആവട്ടെ, അപ്പോൾ അത് പെറുക്കിയെടുക്കാൻ ഞാൻ വരില്ല. സങ്കടത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവനാ ഭംഗിയുള്ള മാമ്പൂവിൻ്റെ കുല നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് തിരിഞ്ഞു നടന്നു. നോക്കൂ, കൊച്ചു കുഞ്ഞാണ്. ശരിക്കും വാക്കുകളൊന്നും കൂട്ടിച്ചൊല്ലാനുള്ള പ്രായം പോലും ആയിട്ടില്ല. എങ്കിലും ദീർഘദർശനം ചെയ്യുന്ന ദൈവജ്ഞരെ പോലെയാണ് കുഞ്ഞുങ്ങൾ. ആ കുഞ്ഞിൻ്റെ സങ്കടം നിറഞ്ഞ വാക്കുകൾ അതേപോലെ ഭവിച്ചു. മാമ്പൂക്കൾ മാമ്പഴമാവുന്നത് വരെ കാത്തു നിൽക്കാതെ അമ്മയുടെ ഓമന മകൻ പെട്ടെന്നൊരസുഖം ബാധിച്ച് ഈ ലോകം വിട്ടുപോയി. തൻ്റെ കുഞ്ഞിൻ്റെ മരണം ആ അമ്മയെ ആകെ തളർത്തി.
ഇപ്പോൾ ആ മാമ്പൂക്കളൊക്കെ കണ്ണിമാങ്ങയും മാമ്പഴവും ഒക്കെയായി മാവിൽ നിൽക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാനാകുന്നില്ല. തൻ്റെ ഓമന കുഞ്ഞിനെ ഓർത്തുകൊണ്ടാണ് ആ ജനാലയ്ക്കിൽ നിന്ന് ആ മാവിലേക്ക് നോക്കി അമ്മ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. അപ്പോഴതാ ഒരു കാറ്റടിച്ചു. മാവിൻ്റെ ചില്ലകൾ കാറ്റിലുലഞ്ഞു. ഒരു മാമ്പഴം താഴേക്ക് വീണു. തൈമാവിൽ നിന്ന് വീഴുന്ന ആദ്യത്തെ മാമ്പഴം. അമ്മ വേഗം മാവിൻ ചുവട്ടിലെത്തി. ആ മാമ്പഴം തൻ്റെ കയ്യിലെടുത്തു. ഒരു തേങ്ങലോടെ അമ്മ ഓർത്തു, എൻ്റെ ഉണ്ണിക്കെടുക്കാൻ, അവൻ്റെ ഉണ്ണി വൈകുണ്ണാൻ വേണ്ടിയാണ് ഈ മാമ്പഴം താഴെ വീണത്. അവൻ ഈ കൂട് വിട്ടുപോയത് ഈ മാമ്പഴത്തിന് അറിയില്ലല്ലോ. കണ്ണീരോടെ ആ അമ്മ മെല്ലെ വിളിച്ചു, എൻ്റെ ഉണ്ണി വാ. കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും എൻ്റെ കണ്ണാ, വന്ന് ഈ മാമ്പഴം വാങ്ങൂ. ഈ അമ്മയുടെ നൈവേദ്യം വന്ന് വാങ്ങൂ. അമ്മയോട് പിണങ്ങിയിരുന്നാലും പിന്നെ ഞാൻ വന്ന് വിളിക്കുമ്പോഴൊക്കെ നീ എൻ്റെ അരികിലേക്ക് ഓടി വരാറില്ലേ? അതുപോലെ ഒന്നുകൂടി ഓടി വാ എൻ്റെ ഉണ്ണി. അമ്മ ഹൃദയം നുറുങ്ങി ഏങ്ങലടിച്ചു. അപ്പോൾ ഒരു കുളിർക്കാറ്റ് മെല്ലെ വന്ന് അമ്മയെ പൊതിഞ്ഞു. തൻ്റെ അരുമ കുഞ്ഞിൻ്റെ പ്രാണനാണ് ആ കുളിർക്കാറ്റായി വന്ന് തന്നെ ആശ്ലേഷിച്ചത് എന്ന് അമ്മയ്ക്ക് തോന്നി. കഥ കേട്ട് സങ്കടമായോ എല്ലാവർക്കും? ഒരുപാട് അമ്മമാരുടെ ഹൃദയത്തിൽ നോവ് പടർത്തിയതാണ് ഈ കഥ. മകനെ നഷ്ടമായ അമ്മയുടെ വേദന കുഞ്ഞുങ്ങളെയും വേദനിപ്പിച്ചു. മലയാളത്തിൻ്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ മാമ്പഴം എന്ന കവിതയാണിത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ കവിത? നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചു നോക്കൂ. തീർച്ചയായും അവർക്കറിയാമായിരിക്കും. ഞാൻ ഈ കഥ ആദ്യം കേൾക്കുന്നത് എൻ്റെ മമ്മി പറഞ്ഞു തന്നിട്ടാണ്. പിന്നെ എൻ്റെ ചേച്ചി ഈ കവിതയുടെ പുസ്തകം കൊണ്ടു തന്നു. അന്ന് ഹൃദയത്തിൽ പതിഞ്ഞതാണ് ഈ കഥയും കവിതയും. നിങ്ങൾക്ക് വേണ്ടി ഈ കവിതയുടെ ആദ്യത്തെ കുറച്ച് വരികൾ ഞാൻ ചൊല്ലിക്കേൾപ്പിക്കട്ടെ. അങ്കണത്തൈമാവിൽ ആദ്യത്തെ പഴം വീഴുകെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ. 4 മാസത്തിൻ മുമ്പിൽ ഏറെ നാൾ കൊതിച്ചിട്ടി ബാലമാകന്തം പൂവേ ടുണ്ണികൾ വിരിയവേ. അമ്മ തൻ മണിക്കുട്ടൻ പുത്തിരി കത്തിച്ച പോൽ അമ്മലർ ചെണ്ടൊന്നോടി ചാഹ്ലാദിച്ചടുത്തെത്തി. ചോടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ ഓടിച്ചു കളഞ്ഞല്ലോ കുസൃതി കുരുന്നേ നീ. മകനീ വീഴും നേരം ഓടിച്ചെന്നെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ. പൈതലിൻ ഭാവം മാറി വദനാംബുജം വാടി കൈതവം കാണാക്കണ്ണ് കണ്ണുനീർ തടാകമായി. മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ മാൺപെഴും മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അപ്പോൾ ഇന്നത്തെ കഥയുടെ സമയം കഴിഞ്ഞു കേട്ടോ. ഇനി വേറൊരു കഥയുമായി വേറൊരു ദിവസം വരാം. ബായ്.